എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ബുധൻ, ചൊവ്വ, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട്. ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനുക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് 20-ാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം. ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ശനിയുടെ 3-ാം ഭാവ സഞ്ചാരവും ധനുക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ചൊവ്വ 5-ാം തീയതി മുതൽ 2-ാം ഭാവത്തിൽ തന്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. 12-ാം തീയതി മുതൽ ശുക്രനും ചൊവ്വയുടെ കൂടെ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. സ്വർണം വാങ്ങാനും ചിലർക്ക് പണയം വെച്ച് സ്വർണം തിരികെ എടുക്കുവാനും സാധിക്കും. ബുധൻ 20-ാം തീയതി വരെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും. സൂര്യൻ മാസം തുടങ്ങുമ്പോൾ 2-ാം ഭാവത്തിലും പിന്നീട് 3-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കാൻ പോകുന്നത്. സൂര്യന്റെ സഞ്ചാരം സർക്കാർ ജോലിക്കാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ഈ മാസം 21, 22, 23 ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അഷ്ടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളാണ് ഈ മാസം ധനുക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.